ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാനൊരു വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്ത് ഞാൻ 14 കിലോ ആണ് കുറച്ചത്. 73 59 കിലോ 6 മാസം കൊണ്ടാണ് കുറച്ചത്. അതും വീട്ടിൽ തന്നെ എക്സസൈസും ഡയറ്റും ചെയ്തിട്ടാണ്. അല്ലാതെ ഒരു തരത്തിലുള്ള പൊടിയോ അല്ലെങ്കിൽ ഗ്രീൻ ടീയോ സ്ലിം ടീയോ അല്ലെങ്കിൽ കീറ്റോ ഡയറ്റോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് ഡയറ്റ് ചെയ്ത് സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്താണ് കുറച്ചത്. യൂട്യൂബിലൊക്കെ നോക്കി ഡോക്ടർമാർ പറയുന്നതൊക്കെ കണ്ടിട്ട് അതൊക്കെ വെച്ചാണ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഡയറ്റ് പ്ലാൻ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ ഞാൻ കുറച്ച് എക്സസൈസൊക്കെ യൂട്യൂബിലും അങ്ങനെ കുറച്ചിടത്തൊക്കെ നോക്കിയാണ് ഞാൻ ഈ 6 മാസം കൊണ്ടാണ് 14 കിലോ കുറച്ചത്. അപ്പോൾ ഓൾറെഡി 2 വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഡയറ്റ് പ്ലാൻ ഈ 73 59 കിലോ ആവാൻ ഞാൻ ചെയ്ത ഡയറ്റ് പ്ലാന്. വേറെ ഒന്നെന്ന് വെച്ചാൽ എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഞാൻ ഈ ഡയറ്റ് പ്ലാനിലോട്ട് വരാൻ അല്ലെങ്കിൽ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെയിറ്റ് ലോസ് ജേണിയിലോട്ട് എത്താനുള്ള കാരണങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം, ചിലർക്ക് തോന്നും എനിക്ക് ഇത്രയും വെയിറ്റ്, അതായത് 14 കിലോ കുറഞ്ഞിട്ട് യാതൊരു വ്യത്യാസം കാണുന്നില്ല, അതോ കള്ളം പറഞ്ഞതാണോ, 14 കിലോ സത്യത്തിൽ കുറഞ്ഞോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ കൂടിയാണ്. കാരണം എൻ്റെ ഈ പഴയ ഞാൻ എടുത്തു വെച്ച കുറച്ച് ഫോട്ടോസ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കും. കാരണം എനിക്ക് എൻ്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടി ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കും കുറച്ച് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ തോന്നും. ചിലർക്ക് ചെയ്യണമെന്ന് തോന്നുന്നവരുണ്ടാവും, ചിലർക്ക് ചേഞ്ച് അറിയുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എൻ്റെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോസും തമ്മിലുള്ള ചേഞ്ചാണ്. അപ്പം ഈ 6 മാസത്തെ എൻ്റെ ഈ ജേണിയിൽ എനിക്ക് എന്തൊക്കെ എൻ്റെ ബോഡിയിലും എൻ്റെ ഫേസിലും വന്നിട്ടുള്ള ചേഞ്ചൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പം ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു 14 കിലോ കുറയുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഇത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു 5 കിലോ എങ്കിലും കുറയണമെന്ന് വിചാരിച്ചാണ് ചെയ്തത്. കാരണം എൻ്റെ ഹെൽത്തൊക്കെ വളരെ മോശമായിരുന്ന അവസ്ഥയിലാണ് ഞാൻ ഈ ഡയറ്റും എക്സസൈസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പക്ഷേ ഞാൻ ഏറ്റവും ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്തു. ഇതിനു വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്തു. ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് വെയിറ്റ് കുറയാൻ. അപ്പോൾ അത് രണ്ടും ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടായി. കാരണം ഈ ലോകത്ത് നമുക്ക് എന്തിനോടും നമ്മൾ ഡീപ്പായിട്ട് ആഗ്രഹിച്ചാലും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്താലും അത് ഉറപ്പായിട്ട് കിട്ടും. ഞാനൊക്കെ ഇതിന് മുമ്പ് എൻ്റെ ബോഡിയിൽ ഒരു 2 കിലോ ഒക്കെ എനിക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. അതും ഞാൻ ജിമ്മിൽ പോയി ഡയറ്റൊന്നും എടുക്കാതെ കള്ളമൊക്കെ ചെയ്തിട്ടാണ് ഞാൻ 2 കിലോ കുറച്ചത്. അപ്പോൾ ഇത് സ്വന്തമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ 14 കിലോ കുറയ്ക്കുന്നത്. അപ്പോൾ ഈ 14 കിലോ കുറയ്ക്കുമ്പോൾ ചിലർക്കൊക്കെ ചിന്തിക്കും ഈ 14 കിലോ കുറയ്ക്കുന്ന വലിയ കാര്യമാണോ, അല്ലെങ്കിൽ ഇതിലെന്ത് കാര്യം ഇരുന്നിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇത് ഒരു വട്ടമെങ്കിലും വെയിറ്റ് ലോസ് ചെയ്തവർക്ക് മാത്രമേ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും അറിയൂ. കാരണം നമുക്ക് 1 കിലോ കൂട്ടാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ആ 1 കിലോ കുറയ്ക്കാൻ നമ്മൾ വളരെ ടൈം എടുക്കും, വളരെ ഹാർഡ് വർക്ക് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്താൽ ആ 1 കിലോ കുറയ്ക്കും. കൂട്ടാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അതിന് വേണ്ടി ഒരുപാട് നമ്മൾ അധ്വാനിക്കൊന്നും വേണ്ട. പക്ഷെ കുറയ്ക്കാനാണ്, നമ്മളെപ്പോലത്തെ വണ്ണം ഉള്ളവർക്ക് കുറയ്ക്കാനാണ് പാട്. ഇപ്പോൾ ചിലർക്ക് പിന്നെ എന്ത് കഴിച്ചാലും വണ്ണം വെക്കാത്ത ബോഡി ടൈപ്പും ഉണ്ട്. പക്ഷേ എന്നെ പോലത്തെ ബോഡി ടൈപ്പ് ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ കുറയ്ക്കാനാണ് പാട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി